സാധാരണ ഉറുമ്പിനേക്കാളും ഡേഞ്ചർ അല്ലേ? ഇതിനെ പിടിക്കൂല എന്തേലും. വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകൾക്ക് ഇടവേളയ്ക്ക് ശേഷം പെരിയാറിൽ വന്നിട്ടാണ് ഉള്ളത്. ജംഗിൾ സ്കോട്ട് എന്ന് പറഞ്ഞ അടിപൊളി നൈറ്റ് ട്രെക്കിങ്ങിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. മഴയൊക്കെ പെയ്ത് നിൽക്കുന്നതിനാൽ ലീച്ച് ഉള്ളതിനാൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ലീച്ച് സോക്സും അതുപോലെ പൗഡറൊക്കെ ഇടുവാണ് ലീച്ച് കയറാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ളത് UK നിന്ന് ലിവർപൂളിൽ നിന്നുള്ള 2 പേരും പിന്നെ ഞാനുമാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ ബാംബു ഗ്രൂവിൻ്റെ റിസപ്ഷനിൽ നിന്ന് എൻട്രി ഒക്കെ ചെയ്തിട്ട് അവിടെ നിന്നാണ് നമ്മുടെ ഈ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് രാത്രി 10 to 12:30 ടൈമിംഗ് ആണ്. മൂന്ന് സമയത്താണ് ഈ ട്രെക്കിങ് ഉള്ളത്. ജംഗിൾ സ്കൗട്ട് എന്ന പ്രോഗ്രാം ഉള്ളത്. അത് രാത്രി 7 മണി തൊട്ട് 9:30 വരെയും അതുപോലെ 10 to 12:30 പിന്നെ 1 മണി തൊട്ട് 3:30 വരെ അങ്ങനെയുള്ള 3 ഇതിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ബുക്ക് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ 10 to 12:30 ആണ് കേട്ടോ. അപ്പോൾ ഈ നൈറ്റിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പകൽ പോയിട്ട് ട്രെക്കിങ്ങും അതുപോലെ സഫാരിയിലൊക്കെ പോയിട്ട് നമ്മൾ ആനിമൽ സൈറ്റിങ്ങൊക്കെ കിട്ടിയിട്ടും ഈ രാത്രിയിൽ കൊടും കാട്ടിലൂടെ ഒരു പോകുക എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ വെട്ടത്തിൽ പോകുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു എന്താ പറയുക പേടി നിറഞ്ഞതും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ ഈ ട്രെക്കിങ്ങിൽ 2 പേരാണ് ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ഒരാൾ വിത്ത് ആംസ് ആണ് കേട്ടോ. ഈ ജംഗിൾ സ്കൗട്ട് എന്ന് പറയുന്ന ഈ പ്രോഗ്രാം 2 സ്ഥലത്തു നിന്നുണ്ട് കേട്ടോ. ഒന്ന് ബാംബു ഗ്രൂവിൽ നിന്നും അതുപോലെ തന്നെ രണ്ടാമത്തെ നിന്നാൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് അവിടെ നിന്നുമാണ് ഉള്ളത്. ഇത് ബുക്ക് ചെയ്യാനായിട്ട് പെരിയാർ ടൈഗർ റിസോർട്ട് .org എന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പെരിയാർ ടൈഗർ റിസോർട്ടിലുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതിന് ചാർജ് എന്ന് പറയുന്നത് ഒരാൾക്ക് 1500 രൂപയാണ്. കൊടും കാട്ടിലൂടെ നൈറ്റിൽ ട്രെക്കിങ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പെട്രോളിംഗ് ഡ്യൂട്ടിയൊക്കെ ഇവർ എടുക്കുന്നത് പറഞ്ഞാൽ സമ്മതിക്കണം കേട്ടോ. അങ്ങനെ കുറച്ച് നടന്നപ്പോഴുണ്ട് നമുക്ക് ഫസ്റ്റ് സൈറ്റിങ് കിട്ടി കേട്ടോ. കാട്ടുപോത്തിൻ്റെ ഒരു കൂട്ടത്തെയാണ് കിട്ടിയത്. എന്താണല്ലോ അത് നോക്കുന്നുണ്ടേ. എൻ്റെ കണ്ണ് നോക്കി. രാത്രിയിൽ എന്ന് പറഞ്ഞാൽ ലൈറ്റ് നമ്മൾ അടിക്കുമ്പോൾ മൃഗങ്ങളുടെ കണ്ണിൽ തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ ആനിമൽ ഉണ്ടെന്നുള്ളത്. കാരണം വെച്ചാൽ ആ ഒരു തിളക്കം ലൈറ്റ് വെട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് വരും. ഇത് കണ്ടോ? എനിക്ക് അതൊരു കുഞ്ഞാണ്. അത് അതിൻ്റെ തൊട്ട് മുന്നിൽ വേറെ ഉണ്ടല്ലോ. അതിന് ചേർന്നൊന്നുണ്ട് കേട്ടോ. അല്ല അതിൻ്റെ ഫ്രണ്ടിൽ. ഇത് ടൈഗർ ഇതെല്ലാം പിടിച്ച് അറ്റാക്ക് ചെയ്ത് വെക്കുന്നില്ല. തന്നെ പൊഴിഞ്ഞു പോകുന്നു. തന്നെ പൊഴിയും. തന്നെ പൊഴിഞ്ഞു പോകുന്നു. വേറെ പുതിയ ഉണ്ടായത്. നമ്മളീ പോകുന്ന ഈ ട്രെക്കിങ്ങിൻ്റെ വഴിയിലുടനീളം ചന്ദനമരം ഒരുപാട് കാണാനായിട്ട് പറ്റുമേ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാം വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോളിംഗ് ഡ്യൂട്ടിയാണ്. പെട്രോളിംഗ് ഡ്യൂട്ടി അവർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളെപ്പോലെ കാട് ഇഷ്ടപ്പെടുന്നവരും ആനിമൽസിനെ ഇഷ്ടപ്പെടുന്നവരും ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരു അവസരവും കൂടെ കൊടുക്കുകയാണ്. ചന്ദനമരങ്ങളിലേക്ക് സംരക്ഷണത്തിനൊക്കെ ആയിട്ടാണ് ഈ പെട്രോളിംഗ് ഇങ്ങനെ നടത്തുന്നത് കേട്ടോ. മഴ പെയ്ത് നിൽക്കുന്നതിനാലുണ്ടോ ഇഷ്ടം പോലെ ലീച്ചായിരുന്നു. അതായത് നോക്കിക്ക് ഇട്ട് കൊടുക്കാം. പൊടി അടുത്ത സൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് മ്ലാവിനിയായിരുന്നേ. ഒന്നല്ല കേട്ടോ, പുറകിലും ഉണ്ട്. കൂട്ടമല്ലേ? ഇതല്ലേ കൊമ്പുണ്ട്, മെയിലിന് കൊമ്പുണ്ടല്ലേ? കൊമ്പുണ്ട്. സാധാ ഉറുമ്പിനേക്കാളും ഡേഞ്ചർ അല്ലേ? സാധാരണ ഉറുമ്പിനേക്കാളും ഡേഞ്ചർ അല്ലേ? പറക്കുമല്ലേ? മരത്തിലല്ലേ ഇരിക്കുന്നത്? ആ, ഇതിനെ പിടിക്കൂല എന്തേലും.
പിടിക്കാൻ ചാൻസസ് കൂടുതലല്ലേ? സാധാരണ കൊക്കുകൾ മരത്തിലല്ലേ ഇരിക്കുന്നത്? മഴ ഇതിപ്പോൾ ഈ പൊന്തക്കത്തൊക്കെ ഇറങ്ങി. ഇതിനിപ്പോൾ എന്തെങ്കിലും പിടിക്കൂലോ, പൂച്ചയോ എന്തെങ്കിലും? രാത്രിയിൽ വട്ടകൾക്ക് റെസ്റ്റ് ഇല്ലല്ലേ? ഭക്ഷണം സാറേ പോകുന്നത്. ഇതാ വീണ്ടും സാമ്പാർ ഡിയർ. സാമ്പാർ ഡിയർ ഇഷ്ടം പോലെ കാടുകളിലുണ്ട് കേട്ടോ. ഈ പെരിയാർ കാടുകളിൽ കൂടുതലായിട്ട് സാമ്പാർ ഡിയറാണുള്ളത്. സ്പോട്ടഡ് ഡിയർ വളരെ കുറവാണ് കേട്ടോ, ഇല്ലെന്ന് തന്നെ പറയാം. നമ്മുടെ ഈ ട്രെക്കിങ് പോകുന്ന ഈ സ്പോട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റുകളുണ്ട് കേട്ടോ. അവിടെ എല്ലാം ഡ്യൂട്ടിക്കാരുണ്ട്. ഈ ചന്ദനമരങ്ങളുടെയും കാടിൻ്റെയൊക്കെ സംരക്ഷണത്തിനായിട്ട് ഇത്ര കിലോമീറ്ററിനിടയിൽ അവരുടെ പോസ്റ്റുകളുണ്ട്. അവിടെ അവർ രാത്രി മൊത്തം 24 hours അവിടെ ഡ്യൂട്ടിക്ക് ആളുണ്ടെന്നുള്ളതാണ്. അവിടെ ഡ്യൂട്ടി ചെയ്യുന്നവരൊക്കെ സമ്മതിക്കണം. എന്ത് റിസ്ക് പിടിച്ച ഡ്യൂട്ടിയാണ് അവരുടെ. ഇതേ വീണ്ടും സാമ്പാർ ഡിയർ. ഈ സാമ്പാർ ഡിയർ നമുക്ക് അധികം നേരം സൈറ്റിംഗ് ഒന്നും തരില്ല കേട്ടോ. നമ്മൾ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ലൈറ്റിന് വെട്ടാൻ കഴിഞ്ഞാൽ ഒന്നും നോക്കി അവരങ്ങോട്ട് മുന്നോട്ടൊന്ന് പോകും. നമുക്ക് അധികം നേരം സൈറ്റിംഗ് തരില്ലാത്തൊരു ആനിമലാണ് ഈ സാമ്പാർ ഡിയർ. ഇവിടെയുള്ള നമ്മുടെ കൂടത്തിൽ വന്ന ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം സൈറ്റിംഗ് തരാനായിട്ട് അവർ ശ്രമിക്കും എന്നുള്ളതാണ്. നമുക്ക് പരമാവധി മൃഗങ്ങളെ നമുക്ക് കാണിച്ചു തരും. ഇത് നോക്കി കാട്ടിൽ നിന്ന് കിട്ടിയ ഒരു സാധനം അമ്പഴങ്ങ എന്നാണ് പുള്ളി പറഞ്ഞു കേട്ടോ. ഞാനത് ആദ്യമായിട്ട് കാണുന്നതാണേ. ടേസ്റ്റ് ഈ നാരങ്ങയുടേതാണോ അതോ നാരങ്ങ മാതിരിയാണോ? അതെന്താ ചെറിയൊരു ചവറപ്പുണ്ട്, എന്നാലും നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ പോസ്റ്റിൽ തീയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. അവിടെ ഇരിക്കുകയാണേ. നമ്മുടെ കൂട്ടത്തിലുള്ള വിദേശികളതിൽ 2 പേർക്കും അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ രാത്രിയിലെ ഈ നൈറ്റ് ട്രെക്കിങ് പുതിയൊരു എക്സ്പീരിയൻസ് ആണെന്നൊക്കെ അവർ പറയുന്നുണ്ട്. ആ കിട്ടിയ അമ്പഴങ്ങ എന്ന് പറഞ്ഞ ആ കായ അത് അവരെ കാണിക്കുകയാണ്. ആ ചേട്ടനത് അച്ചാറിടാൻ വേണ്ടിയിട്ട് പറക്കിയതാണ് കേട്ടോ. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ആനിമൽസ് വരുന്നതാണ്. ആനയൊക്കെ ആണെങ്കിലും ഇവരെ ഓടിക്കാറുണ്ടെന്നാണ് അവർ പറയുന്നത്. ആനയൊക്കെ ഓടിക്കുമ്പോൾ അവർക്ക് കയറി നിൽക്കാനായിട്ടാണ് കേട്ടോ ഈ വാസ്റ്റവരോട് ഉണ്ടാക്കിയേക്കുന്നത്. അമ്പഴങ്ങ ഒരു പഴഞ്ചൊല്ലുള്ളൂ, ആന വഴി അമ്പഴങ്ങ പോയി എന്ന് പറയുന്നത്. പതുക്കെ പോവുള്ളൂ. ഇത് മറ്റേ ബാർക്കിംഗ് ഡിയർ അല്ലേ അത്? അങ്ങനെ നമ്മുടെ ട്രെക്കിങ് ഏകദേശം തീരാനായിട്ട് നമ്മുടെ റോഡിലെത്തിയിട്ടോ. എന്താണെങ്കിലും നല്ല അടിപൊളി ഒരു പരിപാടി തന്നെയാണ് കേട്ടോ നൈറ്റിലെ ഈ ജംഗിൾ സ്കൗട്ട് ട്രെക്കിങ്. ഒരു പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. This is your first experience in night trek? Yeah, of the night trek. Having again. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുണ്ട്, നൈറ്റ് ട്രെക്കിൽ ഉണ്ടായിരുന്നതാണ്. ലിവർപൂളുകാരാണ്. താങ്ക് യു. ട്രെക്കിങ്ങിൻ്റെ ടൈം തന്നെ 10 to 12:30 എടുത്തുകൊണ്ട് തന്നെ ഞാൻ ബാംബുഗുരുവിലുള്ള ഒരു റൂം തന്നെയാണ് ബുക്ക് ചെയ്തിട്ടോ. 2400 രൂപയാണ് ഈ റൂം ബുക്ക് ചെയ്യാനായിട്ട്. പെരിയാർ ടൈഗർ റിസോർട്ട്.org എന്ന സൈറ്റിൽ ഈ റൂമിൻ്റെ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ് കേട്ടോ. റൂമിൻ്റെ ബാംബുഗുരുവിലെ സ്റ്റേയും അതുപോലെ റൂമിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ ഈ നൈറ്റ് ട്രെക്കിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.